ഓം നമോ നാരായണായ. ഇന്ന് വായിക്കുന്നത് രാവണശുക സംവാദം എന്ന ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഭാഗത്തിലെ വരികളുടെ അർത്ഥമാണ്. പങ്ക്തിമുഖനു അവനോട് ചോദിച്ചു, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടോ. അതായത് രാവണനാണ് പങ്ക്തിമുഖൻ. ശൂകനോട് ചോദിക്കുവാണ്, നീ വരാൻ വൈകിയതിൻ്റെ കാരണം എന്താണെന്ന് പറയൂ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ. അതായത് വാനര ശ്രേഷ്ഠന്മാരാരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ് പിടിച്ച് നിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചോ? ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസ്സേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ. നിന്റെ ശരീരത്തിൽ ഇത്രയും ക്ഷീണവും ഭാവമാറ്റവും വരാൻ കാരണം എന്താണ്? മനസ്സിൻ്റെ വിഷമമെല്ലാം മാറ്റി എനിക്ക് പറഞ്ഞു തരൂ. രാക്ഷസരാജാവായ രാവണന്റെ വാക്ക് കേട്ട് ശുകൻ നടന്ന യഥാർത്ഥ സംഭവം രാവണനോട് പറഞ്ഞു. രാക്ഷസ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവനെ, നിനക്ക് ജയമുണ്ടാവട്ടെ. എനിക്ക് ലഭിച്ച മോക്ഷോപദേശത്തിന്റെ വഴിയിലൂടെ കാര്യങ്ങൾ പറയാം. സിന്ധു തന്നുത്തര തീരോപരി ചെന്നോരന്തര മന്യേ ഞാൻ തവ വാക്യങ്ങൾ. അതായത് കടലിൻ്റെ അതിർത്തിയിൽ ചെന്ന് ഒട്ടും വൈകാതെ ഞാൻ നിന്റെ സന്ദേശം പറഞ്ഞ സമയത്ത് അവർ എന്നെ പിടിച്ചു കൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് രാമരാമ പ്രഭോ പാഹി പാഹീതിജ്ഞ നാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. അതായത് രാമരാമ പ്രഭോ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് ഭയം മൂലം ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചത് കേട്ട് ദയയുള്ളവനായ ശ്രീരാമൻ ദൂതനെ കൊല്ലാൻ പാടില്ല, അവനെ വിട്ടയക്കൂ എന്ന് ആദരവോടെ കൽപ്പിച്ചു. രാമൻ പറഞ്ഞതുകൊണ്ട് വാനരന്മാരും എന്നെ വിട്ടയച്ചു. അതോടെ എൻ്റെ പേടി മാറി. ഞാൻ അവിടെയെല്ലാം നടന്നു കാണുകയും ആ മനുഷ്യവീരനായ ശ്രീരാമന്റെ അനുവാദത്തോടെ വാനര സൈന്യത്തെ എല്ലാം കണ്ട് ബഹുമാനത്തോടെ മടങ്ങി വരികയും ചെയ്തു. അതിനുശേഷം രഘുശ്രേഷ്ഠനായ രാമൻ എന്നോട് പറഞ്ഞു, നീ പോയി രാവണനോട് പറയുക, മര്യാദയ്ക്ക് സീതയെ തിരികെ അല്ലാത്ത പക്ഷം ഒട്ടും വൈകാതെ യുദ്ധത്തിന് തയ്യാറാവുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളാരണം, രണ്ടു കണക്കെന്നിക്കൊന്നു പറയണം. അതായത് ഇതിലേതെങ്കിലും ഒരെണ്ണം ഉടൻ തീരുമാനിക്കണം, രണ്ടായാലും എനിക്ക് ഒരുപോലെയാണ് എന്ന് അവനോട് പറയണമെന്ന് രാമൻ പറഞ്ഞയച്ചു. ഏത് ശക്തിയുടെ ധൈര്യത്തിലാണ് നീ അന്ധനായി സീതയെ കവർന്നു കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്നത്? അതിന് പേരുന്നത്ര ബലമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുവാനായി നീ വേഗം പുറപ്പെടുക. ഈ ലങ്കാപുരിയെയും രാക്ഷസപ്പടയെയും യാതൊരു പേടിയുമില്ലാതെ എൻ്റെ അമ്പുകൾ കൊണ്ട് ഞാൻ പൊടിയാക്കി മാറ്റുകയും എൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ കോപം വേഗത്തിൽ തീർക്കുകയും ചെയ്യും. രാക്ഷസ കുലത്തിൽ ശ്രേഷ്ഠനായ നീ ഒരു ശക്തനാണെങ്കിൽ വേഗം യുദ്ധത്തിന് പുറപ്പെടൂ. നിന്റെ സഹോദരനായ വിഭീഷണനോടൊപ്പം ഇരുന്ന് ശ്രീരാമൻ ഇപ്രകാരം അരുളി ചെയ്തു. യുദ്ധക്കളത്തിൽ വെച്ച് നിന്നെ നിഗ്രഹിക്കുവാനായി സുഗ്രീവനോടും ലക്ഷ്മണനോടും ഒന്നിച്ച് അവൻ തയ്യാറായിരിക്കുന്നു. 10 തലയുള്ള രാവണപ്രഭു വാനര ശ്രേഷ്ഠന്മാരാൽ പരിപാലിക്കപ്പെടുന്ന എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത ആ സൈന്യബലം നീ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. മല പോലെ വലിപ്പമുള്ള ആ വാനരന്മാർ ഭൂമി കുലുങ്ങുമാറ് ഗർജിക്കുകയും എല്ലാ ലോകങ്ങളെയും ഭസ്മമാകത്തക്ക അഹങ്കാരത്തോടെയും ദയയില്ലാതെയും അവിടെ നിൽക്കുന്നുണ്ട്. ബുദ്ധിമാന്മാരിൽ പ്രമുഖനായ കുമാരനായ അങ്കദനും ആ വാനരന്മാരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല. വീരമേറിയ ആ വാനര സൈന്യത്തിലെ പ്രധാന നേതാക്കന്മാർ ആരെല്ലാമാണെന്ന് കേട്ടുള്ളൂ. ലങ്കാപുരിയെ തന്നെ നോക്കി ഒട്ടും ഭയമില്ലാതെ അലറിക്കൊണ്ട് നിൽക്കുന്നവരിൽ 100,000 പടയാളികളോടൊപ്പം ശത്രുക്കളെ ചാമ്പലാക്കാൻ ആവേശത്തോടെ വാൽ പൊക്കിപ്പിടിച്ച് യമൻ പോലും പേടിച്ചു പോകുന്ന തരത്തിൽ അഗ്നിദേവന്റെ പുത്രനായ നീലൻ എന്ന സേനാപതി നിൽക്കുന്നു. അതിനു തൊട്ടടുത്ത് താമരയിലെ കേസരങ്ങൾ പോലെ
തിളങ്ങുന്ന കാന്തിയുള്ള യുവരാജാവായ അംഗദൻ നിൽക്കുന്നു. ബാലിയുടെ പുത്രനും പർവ്വത ശിഖരം പോലെ ശക്തനുമായ അവൻ വാൾ കൊണ്ട് ഭൂമിയിൽ അടിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ്റെ പാർശ്വത്തിൽ, അതായത് അവൻ്റെ അടുത്ത് നിൽക്കുന്നത് വായുപുത്രനും രാമചന്ദ്രന് പ്രിയപ്പെട്ടവനുമായ ഹനുമാനാണ്. സുഗ്രീവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നവൻ ഭയങ്കരനും ശോഭയുള്ളവനും വെള്ളി പോലെ തിളങ്ങുന്നവനുമായ രംഭനാണ്. അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് വലിയ ബലശാലിയും വീരനുമായ ശരഭനാണ്. അവിടെ നിൽക്കുന്ന മൈന്ദനും അവൻ്റെ അനിയനായ വിവിധനും വൈദ്യന്മാരായ അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരാണ്. അതിനു തൊട്ടടുത്ത് ബുദ്ധികൂർമ്മതയുള്ളവനും വിശ്വകർമാവിൻ്റെ പുത്രനുമായ ചിറ, അതായത് സേതു കെട്ടിയ നളൻ നിൽക്കുന്നു. താരൻ, പനസൻ, കുമുദൻ, വിനതൻ, വീരനായ വൃഷഭൻ, വികടൻ, വിശാലൻ, ഹനുമാന്റെ പിതാവായ കേസരി, ശൂരനായ പ്രമാദി, ശതബലി, ശ്രേഷ്ഠനായ ജാംബവാൻ, വേഗദർശി, വീരനായ ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ശൂരനായ ദധീമുഖൻ, ജ്യോതിർമുഖൻ, അന്തിഹോരൻ, സുമുഖൻ, ദുർമുഖൻ, ഗോമുഖൻ തുടങ്ങി എത്രയോ വാനര നേതാക്കന്മാരുണ്ട് പ്രഭോ. ഓരോരുത്തരെയായി ഞാൻ എങ്ങനെ പ്രത്യേകമായി പറഞ്ഞു തീർക്കും? ഇതുപോലുള്ള വാനര നായകന്മാർ മാത്രം 17 കോടിയോളം ഉണ്ടെന്ന് അറിഞ്ഞാലും അവർക്കെല്ലാം കൂടെ യുദ്ധത്തിനായി ആവേശത്തോടെ നിൽക്കുന്ന 21 വെള്ളം, അതായത് അക്ഷൗഹിണി എന്നതിനേക്കാൾ വലിയ ഒരു സൈന്യവുമുണ്ട്. ദേവശത്രുക്കളായ രാക്ഷസന്മാരെ നശിപ്പിക്കുവാനായി ദേവാംശത്തോടെ ജനിച്ചു വന്നവരാണ് ഇവരെല്ലാം. ശ്രീരാമദേവനും വെറും ഒരു മനുഷ്യനല്ല, ആദിനാരായണനായ പരമപുരുഷൻ തന്നെയാണ്. സീതാദേവി യോഗമായയും സഹോദരനായ ലക്ഷ്മണൻ അനന്തനുമാണ്. സീതാരാമന്മാർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ മാതാവും പിതാവുമാണെന്നിരിക്കെ അവരുമായി ശത്രുതയുണ്ടാകാൻ എന്താണ് കാരണമെന്ന് നിന്റെ മനസ്സിൽ നീ ചിന്തിച്ചു നോക്കൂ. 5 ഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം ഏതു നിമിഷവും നശിച്ചു പോകുന്ന ഒന്നാണ്. 25 തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും പുണ്യപാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടതുമാണ് ഈ ശരീരം. തോൽ, മാംസം, കൊഴുപ്പ്, എല്ല്, മൂത്രം, മലം എന്നിവയാൽ നിറഞ്ഞതും വളരെ ദുർഗന്ധമുള്ളതുമാണ് അത്. അറിവില്ലാത്ത ജനങ്ങൾക്കാണ് ഈ ശരീരത്തിലാണ് ഞാൻ എന്ന അഹങ്കാരം ഉണ്ടാവുന്നത് എന്ന് നീ ഓർക്കുക. അയ്യോ, ജഡമായ ഈ ശരീരത്തിൽ പണ്ഡിതന്മാർക്ക് എന്താഗ്രഹവും മമതയുമാണ് ഉണ്ടാവാനുള്ളത്? ഏതെന്നു കാരണം കൊണ്ടാണോ ബ്രഹ്മഹത്യ തുടങ്ങിയ വലിയ ഭയങ്കര പാപങ്ങൾ ചെയ്യപ്പെടുന്നത്? സുഖങ്ങൾ അനുഭവിക്കുന്ന ഈ ശരീരം ക്ഷണം കൊണ്ട് രോഗങ്ങൾക്കും മറ്റും ഇരയായി തീർച്ചയായും നശിച്ചു പോകും. പാപപുണ്യങ്ങളുമായി ചേർന്ന ജീവാത്മാവിന് സുഖദുഃഖങ്ങളാകുന്ന ബന്ധനങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. ശരീരമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച് മോഹം കാരണം വശഗതനായി മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ അജ്ഞാനം, അതായത് ആ മോഹം കാരണം അറിവില്ലാത്തവർക്ക് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദുഃഖം, വാർദ്ധക്യം, മരണം എന്നിവയിൽ നിന്നും മോചനം നേടാനായി ഈ ശരീരത്തോടുള്ള അഹങ്കാരം നീ ഉപേക്ഷിക്കുക. ആത്മാവ് നിർമ്മലനും നാശമില്ലാത്തവനും രണ്ടാമതൊന്നില്ലാത്തവനും ആണ്. ആ ആത്മാവിനെ സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടറിഞ്ഞ് നീ തെളിഞ്ഞ് പ്രകാശിക്കുക. എപ്പോഴും ആത്മാവിനെ തന്നെ ചിന്തിക്കുക. ഒടുവിൽ ആ പരമാത്മാവിൽ തന്നെ പൂർണ്ണമായി ലയിക്കുക. മക്കൾ, ഭാര്യ, ധനം, വീട് തുടങ്ങിയ വസ്തുക്കളിലുള്ള ആസക്തി ഉപേക്ഷിച്ച് വൈരാഗ്യമുള്ളവനായി ജീവിക്കുക.
പന്നി, കുതിര തുടങ്ങിയ മൃഗശരീരങ്ങളായാലും നരകത്തിലായാലും വിഷയാനുഭവങ്ങൾ ഉണ്ടല്ലോ. വിവേകമുള്ള മനുഷ്യ ശരീരം നിനക്ക് ലഭിച്ചു. അയ്യോ, പോരാത്തതിന് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാനും നിനക്ക് കഴിഞ്ഞു. കർമ്മഭൂമിയായ ഈ ഭാരതത്തിൽ ഇത്രയും പരിശുദ്ധമായ ബ്രാഹ്മണ ജന്മം ലഭിച്ചിട്ടും ഇനിയും നിസ്സാരമായ സുഖഭോഗങ്ങളിൽ ആഗ്രഹമുണ്ടാകുമോ? അല്ലയോ മഹാബുദ്ധിമാനെ, ധന്യനായവൻ ഇതൊന്ന് ചിന്തിച്ചു നോക്കും. നീ പുലസ്ത്യ മഹർഷിയുടെ പൗത്രനും ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനും 3 ലോകങ്ങളും ബഹുമാനിക്കുന്ന കഠിന തപസ്വിയുമാണ്. അങ്ങനെയായിരുന്നിട്ടും ഒരു അജ്ഞാനിയെ പോലെ ഇനിയും നിനക്കെന്തിനാണ് ചുറ്റിലുമുള്ള ഭോഗങ്ങളിൽ ഇത്രയും ആഗ്രഹം? ഇന്നു മുതൽ ലോകബന്ധനങ്ങളെല്ലാം മനസ്സിൽ നിന്നും പൂർണ്ണമായി ഉപേക്ഷിക്കുക. അദ്വൈതനായ പരമാത്മാവായ ശ്രീരാമനെ തന്നെ ശരണം പ്രാപിക്കുക. സീതയെ ശ്രീരാമന് തിരികെ നൽകി അവിടുത്തെ പാദപത്മങ്ങളെ സേവിക്കുന്നവനായി നീ മാറൂ. അങ്ങനെ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി തീരൂ. അങ്ങനെ ചെയ്താൽ ദിവ്യമായ വിഷ്ണുലോകത്തേക്ക് നിനക്ക് പോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷം താഴോട്ട് പതിച്ച് തീർച്ചയായും നീ നരകത്തിൽ ചെന്നുപെടും. അതിൽ യാതൊരു സംശയവുമില്ല. നിനക്ക് നല്ലതായ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. വേണമെങ്കിൽ നല്ല ജനങ്ങളോട് നീ ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളൂ. രാമ 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 എന്നെപ്പോഴും ജപിച്ചുകൊണ്ട് മനസ്സിന്റെ ഭയവും രോഗങ്ങളും വേരോടെ പിഴുതെറിഞ്ഞ് മോക്ഷം നേടിയെടുക്കൂ. സത്സംഗത്തോടൊപ്പം ഭക്തവത്സനായ രാമചന്ദ്രനെയും ലോകത്തിനാകെ ശരണമായവനും മരതകക്കല്ലിന്റെ കാന്തി ഉള്ളവനും ലക്ഷ്മി ദേവിയാൽ സേവിക്കപ്പെടുന്നവനും വില്ലും അമ്പുമേന്തിയവനും സുഗ്രീവനാൽ സേവിക്കപ്പെടുന്നവനും ലക്ഷ്മണനോട് കൂടിയവനും രക്ഷിക്കുന്നതിൽ നിപുണനും വിഭീഷണനാൽ സേവിക്കപ്പെടുന്നവനുമായ ശ്രീരാമനെ ഭക്തിയോടെ എപ്പോഴും ധ്യാനിച്ചാൽ നിനക്ക് തീർച്ചയായും മുക്തി ലഭിക്കും. അതിൽ സംശയമില്ല. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ശൂകന്റെ ഈ വാക്കുകൾ കേട്ട് രാവണൻ കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ ശുകൻ ഇപ്പോൾ കത്തിച്ചാമ്പലാകുമെന്ന് തോന്നുന്ന തരത്തിൽ വളരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വെറുമൊരു ദൂതനായ നീ ഒരു ഗുരുവിനെ പോലെ യാതൊരു നാണവുമില്ലാതെ എന്നെ ഉപദേശിക്കാൻ എന്താണ് കാരണം? പണ്ട് നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഓർക്കുന്നത് കൊണ്ട് എനിക്ക് നിന്നോട് ഒരു ദയ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ ഇന്ന് കൊല്ലുന്നില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ മുന്നിൽ നിന്ന് നീ വേഗം മാറിപ്പോകൂ. കേട്ടാൽ സഹിക്കാൻ പറ്റാത്ത ഇത്തരം വാക്കുകൾ കേട്ട് ക്ഷമിച്ചിരിക്കുവാനുള്ള ക്ഷമ എനിക്കില്ല. എൻ്റെ മുന്നിൽ നീ അരനിമിഷം കൂടി നിന്നാൽ ഇന്ന് നിനക്ക് മരണം സംഭവിച്ചേക്കാം. അത് കേട്ട് ഭയന്നു വിറച്ച ശുകൻ ഉടൻ തന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഇരുന്നു. ശുകന്റെ പഴയ കഥ, അതായത് ശുകന്റെ പൂർവ്വ വൃത്താന്തമാണ് ഇനി പറയുന്നത്. പണ്ടുകാലത്ത് ശുകൻ നിർമ്മലനായ ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. തനിക്ക് ചേർന്ന ബ്രാഹ്മണ ധർമ്മങ്ങൾ എപ്പോഴും പാലിച്ചുകൊണ്ട് കാട്ടിൽ വാനപ്രസ്ഥ ജീവിതം നയിക്കുകയും മഹാജ്ഞാനികളിൽ മുൻപന്തിയിൽ എത്തുകയും ചെയ്തിരുന്നു. ദേവന്മാരുടെ മംഗളത്തിനായും ദേവശത്രുക്കൾ വിനാശനത്തിനായും നിത്യവും പരബ്രഹ്മ ചിന്തയോടെ യോഗചര്യകൾ അനുഷ്ഠിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ശുശകൻ വസിച്ചിരുന്നു. ദേവന്മാരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും രാക്ഷസന്മാരെ വെറുക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് ദേവശത്രുക്കളിൽ പ്രധാനിയും മഹാദുഷ്ടനുമായ വജ്രദംഷ്ട്രൻ എന്ന രാക്ഷസൻ ശുഗമഹർഷിക്ക് എങ്ങനെ കേടുവരുത്താമെന്ന് അവസരം പാർത്തിരിക്കുന്ന സമയത്ത് കുംഭത്തിൽ ജനിച്ച അഗസ്ത്യമുനി ഒരു ദിവസം
ശുഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. പൂജനീയനായ അഗസ്ത്യമുനിയെ മൃഷ്ടാന്ന ഭോജനത്തിനായി ശുഗ മഹർഷി ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ അഗസ്ത്യമുനി കുളിക്കുവാനായി നദിയിലേക്ക് പോയ സമയം നോക്കി വജ്രദംഷ്ട്രൻ എന്ന രാക്ഷസൻ അഗസ്ത്യമുനിയുടെ രൂപം ധരിച്ച് അവിടെ എത്തി പുഞ്ചിരിയോടെ ശുഗ മഹർഷിയോട് പറഞ്ഞു: ഞാൻ മാംസം കൂട്ടി ആഹാരം കഴിച്ചിട്ട് കുറേ നാളുകളായി. അതുകൊണ്ട് ഇന്ന് നല്ല സമൃദ്ധമായി കഴിക്കണം. എനിക്ക് ആട്ടിറച്ചി കൂട്ടിയുള്ള വിഭവം തന്നെ വേണം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഭവാൻ ത്യാഗിയാണല്ലോ. ഇത് കേട്ട് ശുഗൻ തൻ്റെ പത്നിയോട് കാര്യം പറയുകയും അവൾ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ വജ്രദംഷ്ട്രൻ മായയാൽ ശുഗ മഹർഷിയുടെ പത്നിയുടെ രൂപം ധരിച്ച് അവിടെ വഞ്ചന കാട്ടി. അവൻ മനുഷ്യമാംസം പാകം ചെയ്ത് ആഹാരത്തിൽ വിളമ്പി വെച്ചിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി. വിളമ്പി വെച്ച മനുഷ്യമാംസം കണ്ട അഗസ്ത്യമുനി കോപിഷ്ഠനായി ശുഗ മഹർഷിയെ ഇപ്രകാരം ശപിച്ചു: മനുഷ്യരെ തിന്നുകൊണ്ട് നീ രാക്ഷസനായി ഈ ഭൂമിയിൽ അഹങ്കാരത്തോടെ അലഞ്ഞു തിരിയട്ടെ. ഇപ്രകാരം ശപിച്ചതുകൊണ്ട് ശുഗ മഹർഷി പറഞ്ഞു: ഇതെന്തൊരത്ഭുതമാണ്! എന്താണ് ഇതിന് കാരണം? മാംസം കൂട്ടി ആഹാരം വേണമെന്ന് എന്നോട് കൽപ്പിച്ചത് അങ്ങ് തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ അതിന് കോപിച്ച് എന്നെ ശപിക്കുവാണോ? ഇതെന്റെ ദുഷ്കർമ്മത്തിന്റെ ഫലമാണെന്ന് പറയുവാൻ സാധിക്കൂ? കൂട്ടുകാരാ, സത്യം പറയൂ എന്ന് പറഞ്ഞ് നീ തന്നെയാണല്ലോ. എന്താണ് എന്നോട് വ്യക്തമായി പറയൂ. അത് കേട്ടപ്പോൾ ശുഗൻ അഗസ്ത്യമുനിയോട് ഉടൻ തന്നെ യഥാർത്ഥ സംഭവം സത്യസന്ധമായി പറഞ്ഞു: അങ്ങ് കുളിക്കുവാനായി എഴുന്നള്ളിയ ശേഷം അങ്ങയുടെ വേഷത്തിൽ വന്ന ഒരാൾ എന്നോട് അരുളി ചെയ്തു, കറിയിൽ മാംസം കൂടി ചേർക്കണമെന്ന്. അത് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വേഗത്തിൽ അത് തയ്യാറാക്കി നൽകിയത്. ശുഗന്റെ വാക്കുകൾ കേട്ട് അഗസ്ത്യമുനി മനസ്സിൽ അല്പസമയം കാര്യങ്ങൾ ചിന്തിച്ചു നോക്കി. നടന്ന സംഭവങ്ങൾ തൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് കണ്ടപ്പോൾ അഗസ്ത്യന് മനസ്സിൽ ഖേദം തോന്നി. അവിടുന്ന് പറഞ്ഞു: കഷ്ടം, നമ്മൾ ചതിക്കപ്പെട്ടതാണ്. രാത്രിഞ്ചരന്മാരായ രാക്ഷസന്മാർ തന്നെയാണ് ഈ ചതി ചെയ്തത് തീർച്ച. ഞാനും ഒരു അജ്ഞാനിയെ പോലെ പെരുമാറിപ്പോയി. എന്നാൽ ദൈവവിധിയുടെ ഫലം തെറ്റുകയുമില്ലല്ലോ. എൻ്റെ ശാപവാക്ക് തെറ്റൊന്നും വഴിയില്ല. എന്നാൽ നീ സത്യസന്ധനായതുകൊണ്ട് തീർച്ചയായും നിനക്ക് ഭാവിയിൽ നല്ലത് തന്നെ സംഭവിക്കും. മംഗളകരമായ ശാപമോക്ഷവും ഞാൻ നൽകാം. ശ്രീരാമന്റെ പത്നിയായ സീതയെ രാവണൻ കവർന്നുകൊണ്ടുപോയി തോട്ടത്തിൽ, അതായത് അശോകവനിയിൽ തടവിലാക്കും. ആ സമയത്ത് നീയും രാവണന്റെ ഒരു ദൂതനായി കുറേ കാലം കഴിയുകയും അവൻ്റെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്യും. ശ്രീരാമൻ വാനരപ്പടയോടൊപ്പം എത്തി യാതൊരു തടസ്സവുമില്ലാതെ ലങ്കാപുരിക്ക് സമീപം 4 ഭാഗവും വളഞ്ഞിരിക്കുന്ന സമയത്ത് അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ രാവണൻ നിന്നെ അയക്കുകയും അപ്പോൾ നീ അവിടെ ചെന്ന് ശ്രീരാമനെ ബഹുമാനത്തോടെ വണങ്ങണം. പിന്നീട് അവിടെ കണ്ട വിശേഷങ്ങളൊന്നും വിട്ടുപോകാതെ തിരിച്ചു വന്ന് രാവണനോട് പറയണം. രാവണന് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നതോടെ നീ വീണ്ടും ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനായി മാറി ശാപമുക്തനാകും. രാക്ഷസഭാവമെല്ലാം ഉപേക്ഷിച്ച് നിനക്ക് വീണ്ടും സത്യസന്ധമായ ബ്രാഹ്മണത്വം തിരികെ ലഭിക്കും. തപസ്വിയായ അഗസ്ത്യമുനി ഇപ്രകാരം സത്യവും മനോഹരവുമായ വാക്കുകളാൽ അവനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീരുകയും അങ്ങനെ ജ്ഞാനികൾ മുക്തി നേടപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടനായ നീയും ശുദ്ധമായ ഭക്തിയോടെ അല്പം പോലും സമയം കളയാതെ രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനായ ശ്രീരാമനെ ശരണം പ്രാപിക്കുക. ഞാൻ പൂർണ്ണമായും സത്യമാണ് പറഞ്ഞത്. ഇത് നിനക്ക് ഹിതകരമായ ഉപദേശമാണ്. മനസ്സിൽ ചിന്തിച്ചു നോക്കൂ.
രാക്ഷസ വംശത്തിൻ്റെ രക്ഷയ്ക്കായി ശാന്തനായ മാല്യവാൻ രാവണനോട് ഇപ്രകാരം സാന്ത്വനപൂർവം പറഞ്ഞത് രാവണൻ കേട്ടു സഹിച്ചുകൊണ്ട് പിന്നീട് മാല്യവാനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. വെറും ഒരു മനുഷ്യനും ദരിദ്രനുമായ രാമനെ മനസ്സിൽ ഇത്രമാത്രം ബഹുമാനിക്കാൻ എന്താണ് കാരണം? കുരങ്ങന്മാരെ ആശ്രയിക്കുന്നവനാണ് വലിയ സാമർഥ്യമെന്ന് കരുതുന്നവൻ വലിയ മൂഢനാണ്. തീർച്ചയായും രാമൻ പറഞ്ഞയച്ചതുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇത്രയും ശാന്തമായി സംസാരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് ഇവിടെ നിന്ന് പോയാലും ആവശ്യം വരുമ്പോൾ വിവരങ്ങൾ അറിയിക്കാൻ താങ്കളെ ആളെ വിട്ട് വിളിച്ചോളാം. അങ്ങ് വൃദ്ധനാണ്, ഞങ്ങൾക്ക് നല്ലത് ആഗ്രഹിക്കുന്ന മിത്രവുമാണ്. അല്ലാത്ത പക്ഷം ഇത്തരം വാക്കുകൾ കേട്ടാൽ എനിക്ക് ഒട്ടും പൊറുക്കുവാൻ കഴിയില്ല. ഇപ്രകാരം പറഞ്ഞ രാവണൻ തൻ്റെ മന്ത്രിമാരോടൊപ്പം കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അടുത്തത് യുദ്ധത്തിൻ്റെ ആരംഭമാണ്. വാനര സൈന്യത്തെ ദൂരത്തു നിന്ന് കണ്ട അതിശയിച്ചു നിൽക്കുന്ന ആ സമയത്ത് യുദ്ധത്തിനായി രാക്ഷസ വീരന്മാരെ ഉടൻ തന്നെ അവിടേക്ക് വരുത്തിയ രാവണൻ ഇരിക്കുന്ന വേളയിൽ രാവണനെ കണ്ട മാത്രയിൽ ശ്രീരാമദേവൻ കോപിക്കുകയും ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് വില്ല് വാങ്ങുകയും ചെയ്തു. 10 കിരീടങ്ങളും 20 കൈകളും വൃത്താസുരന് തുല്യമായി വലിയ ശരീരവും പരാക്രമവുമുള്ള രാവണന്റെ 10 കിരീടങ്ങളെയും കുടയെയും അരനിമിഷം കൊണ്ട് ശ്രീരാമൻ മുറിച്ചു മാറ്റിയപ്പോൾ രാവണൻ നാണിച്ച് താഴെ ഇറക്കുകയും ആ ഭയങ്കരമായ അമ്പിനെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിക്കുകയും ചെയ്തു. മരങ്ങൾ കൊണ്ടും പർവ്വതങ്ങൾ കൊണ്ടും വാനരന്മാർ ലങ്കാപുരിയെ 4 പാടു നിന്നും തകർത്തു. കോട്ടമതിലുകളും കിടങ്ങുകളും തകർത്ത് അവർ കൂട്ടത്തോടെ ആർപ്പ് വിളിച്ച് അടുത്തു ചെല്ലുന്ന സമയത്ത് മഴ പോലെ അമ്പുകൾ പെയ്യുകയും വെട്ടേറ്റ് ശരീരം പിളർന്നു വീഴുകയും അസ്ത്രങ്ങൾ, ശാസ്ത്രങ്ങൾ, ചക്രങ്ങൾ, വേലുകൾ, അർദ്ധചന്ദ്രന്റെ ആകൃതിയിലുള്ള അമ്പുകൾ, വാളുകൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഈട്ടികൾ, മുള്ളുകളുള്ള ദണ്ഡുകൾ, ദിണ്ടിപാലങ്ങൾ എന്നീ ആയുധങ്ങൾ, താമരദണ്ഡുകൾ, ഉലക്കകൾ, മുസലകൾ, കൈമുഷ്ടികൾ, സ്വർണകാന്തിയുള്ള ശതഗ്നികൾ, വലിയ പീരങ്കികൾ, ആയുധങ്ങൾ ഇവ പോലെയുള്ള ഭയങ്കരമായ വജ്രായുധങ്ങൾ കൊണ്ട് രാക്ഷസ ശ്രേഷ്ഠന്മാരും വാനരന്മാരും പ്രഹരിച്ചു കൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ കാഠിന്യം കൂടിയപ്പോൾ ലങ്കയിലെ സ്ഥിതിഗതികൾ വീണ്ടും അറിഞ്ഞു വരാനായി രാവണൻ ശാർദൂലൻ തുടങ്ങിയ രാക്ഷസന്മാരെ അയച്ചു. രാത്രിയിൽ അവർ വാനരന്മാരുടെ വേഷം ധരിച്ച് അവിടെ ചെന്ന്, എന്നാൽ വാനര ശ്രേഷ്ഠന്മാർ അവരെ തിരിച്ചറിഞ്ഞ് പിടിച്ച് കഠിനമായ കോപത്തോടെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയപ്പോൾ അവരുടെ നിലവിളി കേട്ട് ദയാലുവായ ശ്രീരാമദേവൻ വേഗത്തിൽ അവർക്ക് അഭയം നൽകി രക്ഷിച്ചു. തിരിച്ചെത്തി അവർ പണ്ട് ശുഭനും സാരനും പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയല്ലോ കേൾപ്പിച്ചപ്പോൾ രാവണൻ വല്ലാതെ വിഷമത്തിലായി. തുടർന്ന് രാവണൻ വിദ്യുഹിജലൻ എന്ന മായാവിയെ രാക്ഷസനുമായി ആലോചിച്ച് സീതാദേവി കഴിയുന്ന അശോകവനിയിലെത്തി. രാമനെ മുറിച്ചെടുത്ത തലയും വില്ലും ഇതാണെന്ന് പറഞ്ഞ് അവൻ സീതാദേവിയെ മുന്നിൽ കൊണ്ടുവച്ചു. യുദ്ധത്തിൽ രാമനെ കൊന്നു കൊണ്ടുപോകുന്നതാണ് ഇത് എന്ന മായയാൽ ഉണ്ടാക്കി വെച്ച ആ രൂപങ്ങൾ കണ്ടപ്പോൾ അത് സത്യമാണെന്ന് കരുതി സുന്ദരിയായ സീതാദേവി കരഞ്ഞ് ബോധം കെട്ടു വീണ ആ സമയത്ത് അവിടെ വന്നൊരു ദൂതൻ ധൃതിയിൽ രാവണനെ തന്നെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് സരമ എന്ന രാക്ഷസി സീതാദേവിയോട് പറഞ്ഞു, അങ്ങയുടെ സങ്കടമെല്ലാം മാറ്റിവെക്കൂ, നല്ലവണ്ണം വരും 4 നാളിനുള്ളിൽ. ഇതെല്ലാം രാവണന്റെ ചതിയാണെന്ന് മനസ്സിലാക്കൂ. 4 ദിവസത്തിനുള്ളിൽ എല്ലാം നല്ല രീതിയിലാകും. ഇതിൽ യാതൊരു സംശയവുമില്ല മംഗളരൂപിണി. എൻ്റെ നാഥനായ ശ്രീരാമൻ രാവണനെ നിശ്ചയമായും വധിക്കും. സരമയുടെ ഇപ്രകാരമുള്ള മധുരമായ വാക്കുകൾ കേട്ട് സീതാദേവിയുടെ മനസ്സ് തെളിഞ്ഞു.
മംഗളരൂപിണിയായ സീതയുടെ നാഥൻ്റെ കൽപ്പനയനുസരിച്ച് അംഗദൻ രാവണനോട് ഇപ്രകാരം പറഞ്ഞു: ഒന്നെങ്കിൽ സീതയെ കൊണ്ടുവന്ന് ഒട്ടും വൈകാതെ എൻ്റെ മുന്നിലാക്കും വിധം സമർപ്പിക്കുക, അല്ലാത്ത പക്ഷം യുദ്ധത്തിനായി വേഗം പുറപ്പെടുക. ഇനി അന്തപുരത്തിൽ കടന്ന് ഒളിച്ചിരുന്നാലും രാക്ഷസപടയെയും ലങ്കാനഗരത്തെയും രാക്ഷസ രാജാവായ നിന്നോടൊപ്പം തന്നെ സംഹരിക്കും എന്ന് അമ്പെയ്യുന്ന ശ്രീരാമൻ്റെ സിംഹഗർജനം നീ കേട്ടില്ലയോ രാവണ? ശ്രീരാമൻ്റെ വില്ലിൻ്റെ ഞാൻ ശബ്ദവും നീ കേട്ടില്ലേ? നിന്റെ മനസ്സിൽ അല്പം പോലും നാണമില്ലേ? ഇങ്ങനെയുള്ള അധിക്ഷേപ വാക്കുകൾ കേട്ട് കഠിനമായി കോപിച്ച രാക്ഷസരാജാവായ രാവണൻ ഇന്ദ്രപുത്രന്റെ മകനായ ഈ അംഗദനെ പിടിച്ചു കൊല്ലൂ എന്ന് മറ്റ് രാക്ഷസ പ്രഭുക്കളോട് കൽപ്പിച്ചു. രാക്ഷസ വീരന്മാർ ചെന്ന് അംഗദനെ പിടിച്ചെങ്കിലും ആ വാനര ശ്രേഷ്ഠൻ അവരെ കൊന്ന് വറ്റടിച്ചു ചുഴറ്റിയെറിഞ്ഞു. പിന്നീട് ആ കൊട്ടാരവും തകർത്തിട്ട് വേഗത്തിൽ ഒന്ന് കുതിച്ചുയർന്ന് പറന്നുപോയി. ശ്രീരാമദേവന്റെ അടുത്തെത്തി വണങ്ങി നടന്ന സംഭവങ്ങളൊന്നും വിട്ടുപോകാതെ അംഗദൻ അറിയിച്ചു. പിന്നീട് സുഷേണൻ, അതായത് കുമുദൻ, നളൻ, ഗജൻ, ധന്യനായ ഗവയൻ, ഗവാക്ഷൻ, വായുപുത്രനായ ഹനുമാൻ തുടങ്ങിയ വാനര വീരന്മാർ ചെന്ന് ലങ്കയുടെ കോട്ടക്കിടങ്ങുകളെല്ലാം വളഞ്ഞു നിരഞ്ഞു. കല്ലുകളും പർവ്വതങ്ങളും മരങ്ങളും കയ്യിലേന്തി നിൽക്ക് നിൽക്ക് എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ അടുത്തു ചെല്ലുമ്പോൾ അമ്പും വില്ലും വാളും പരിചയവും ഈട്ടികളും വെൺമഴുവും കുന്തവും ദണ്ഡുകളും ഉലക്കകളും ഗദകളും ദിണ്ടിപാലങ്ങളും മുള്ളുകളുള്ള ദണ്ഡുകളും ചക്രങ്ങളും മൂർച്ചയേറിയ ആയുധങ്ങളും ഈട്ടികളും മറ്റുപകരണങ്ങളും തുടങ്ങി എല്ലാവിധ ആയുധങ്ങളും കയ്യിലെടുത്തുകൊണ്ട് രാക്ഷസന്മാർ യുദ്ധത്തിനെത്തി. യുദ്ധത്തിനായി രാക്ഷസന്മാർ അടുത്തു ചെന്നു. ആനകളുടെ ഗർജനവും കുതിരകളുടെ ശബ്ദവും തേരിന്റെ ചക്രങ്ങളുടെ ശബ്ദവും വില്ലിന്റെ ഞാണൊലിയും രാക്ഷസന്മാരുടെ ആർപ്പുവിളികളും സിംഹഗർജനങ്ങളും വാനരന്മാരുടെ ഭയങ്കരമായ നിലവിളികളും ശബ്ദങ്ങളും കൊണ്ട് പ്രപഞ്ചമാകെ തിങ്ങി നിറഞ്ഞു മുഴങ്ങി. എല്ലായിടത്തും ഇത് ഇടതൂർന്ന് പ്രതിധ്വനിച്ചു. ഇന്ദ്രൻ, പ്രധാനിയായ ദേവന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും നാഗന്മാരും ഗുഹ്യന്മാരും കൂട്ടവും ഗന്ധർവന്മാരും സിദ്ധന്മാരും വിന്ധ്യാധന്മാരും ചാരന്മാരും ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന മറ്റു ജനങ്ങളും നാരദൻ തുടങ്ങിയ മുനിവര്യന്മാരും ഈ ഭയങ്കരമായ യുദ്ധം കാണുന്നതിനായി തങ്ങളുടെ പത്നിമാരോടൊപ്പം വിമാനങ്ങളിൽ കയറി വന്ന ആകാശത്ത് പുഷ്പവൃഷ്ടി പെയ്യിച്ചുകൊണ്ട് നിറഞ്ഞു നിന്നു. ആ സമയത്ത് വീരനായി ഇന്ദ്രജിത്ത് എതിരിട്ടപ്പോൾ അംഗദനോടൊപ്പം പോരാടിയ ആ വാനര ശ്രേഷ്ഠൻ ഇന്ദ്രജിത്തിന്റെ മകനെ കൊന്ന് തേരിനെയും തകർത്തു. തേര് തകർന്ന മേഘനാഥൻ വെറുമൊരു തേരിൽ കയറി തുടർന്ന് ഹനുമാനെ വേലയെറിഞ്ഞു പരിക്കേൽപ്പിച്ചു. ധീരനായ ജാംബുബലി എന്ന രാക്ഷസനെയും അവന്റെ തേരാളിയെയും ചേർന്ന് ഹനുമാൻ തേരിനെ അടക്കം തകർത്ത് അവനെ വധിച്ച് അലറി. സൂര്യപുത്രനായ സുഗ്രീവൻ പ്രഹസ്തനോട് എതിരിട്ടു. മിത്രാരിയോട് വീരനായ വിഭീഷണനും എതിരിട്ടു. നീലൻ നികുംഭനോടും സൂര്യദേവന്റെ മകനായ സുഗ്രീവൻ തപനനെ യമപുരിയിലേക്ക് അയച്ചു. തുടർന്ന് ലക്ഷ്മണൻ വിരൂപാക്ഷനോട് ഏറ്റുമുട്ടി. ലക്ഷ്മീപതിയായ ശ്രീരാമനോട് രക്ഷധ്വജൻ, അഗ്നിധ്വജൻ തുടങ്ങിയ 10 രാക്ഷസ വീരന്മാർ ആ നിമിഷം യുദ്ധം ചെയ്ത് തോറ്റ് സ്വർഗലോകം പ്രാപിച്ചു. ആ സമയത്ത് വാനരന്മാർക്ക് വലിയ വിജയമുണ്ടായി. സൂര്യൻ സമുദ്രത്തിൽ അസ്തമിച്ചു. ഇന്ദ്രന്റെ മകനായ ബാലിയുടെ മകനോട് ഏറ്റുമുട്ടി തോറ്റപ്പോൾ ഇന്ദ്രജിത്ത് ആകാശത്തേക്ക് മറഞ്ഞുപോയി. വഞ്ചനയായി നാഗാസ്ത്രം ഉപയോഗിച്ച് അവരെ ബോധം കെടുത്തി. ശ്രീരാമ ലക്ഷ്മണന്മാരോടും വാനരന്മാരോടും അവിടെ വന്ന വാനരപ്പടയെയും മനുഷ്യരെയും ഒരാളെ പോലും ബാക്കി വെക്കാതെ ഞാൻ ജയിച്ചു കഴിഞ്ഞു എന്ന് വിളംബരം ചെയ്തുകൊണ്ട് അവർ പെരുമ്പറ കൊട്ടി ആഘോഷിച്ചു.
ഇന്ദ്രജിത്ത് വിജയാഘോഷത്തോടെ ലങ്കാപുരിയിൽ ചെന്ന് വിശ്രമിച്ചു. അത് കണ്ട് മുനി സമൂഹവും ദേവന്മാരും വലിയ വിഷമത്തിലാവുകയും വീരനായ വിഭീഷണനും ഹാ ഹാ എന്ന് സങ്കടപ്പെട്ട് ദുഃഖത്തിലാഴുകയും ബോധമറ്റു നിലത്ത് കൊള്ളുകയും ചെയ്ത ആ സമയത്ത് 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും വിറയ്ക്കത്തക്ക വിധം കോടി സൂര്യന്മാരുടെ കാന്തിയോടുകൂടി സ്വർണവർണ്ണത്തിൽ സ്വർണമല പോലെ പാമ്പുകളുടെ ശത്രുവായ ഗരുഡൻ ചിറകടിച്ചുയർന്ന സമുദ്രജലത്തെ പോലും ഭയപ്പെടുത്തിക്കൊണ്ട് 3 ലോകങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ട് വളരെ വേഗത്തിലെത്തി ശ്രീരാമന്റെ പാദങ്ങളിൽ വണങ്ങി. ഗരുഡനെത്തിയ ആ നിമിഷം തന്നെ നാഗാസ്ത്രത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞുമാറി വാനരന്മാരും ആ അസ്ത്രബന്ധത്തിൽ നിന്ന് മോചിതരായി. അവരുടെ സങ്കടമെല്ലാം മാറി ആനന്ദഭരിതരായി ഭക്തപ്രിയനായ ശ്രീരാമൻ സന്തോഷത്തോടെ പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെ സന്തോഷത്തോടെ അനുഗ്രഹിച്ചു. ഗരുഡൻ കൈകൂപ്പി വണങ്ങി ശ്രീരാമന്റെ അനുവാദം വാങ്ങി ആകാശത്തേക്ക് പറന്നുപോയി. മുൻപത്തേക്കാൾ ബലവും വീര്യവും വേഗവും വർദ്ധിച്ചവരായി ഉത്തമന്മാരായ വാനര ശ്രേഷ്ഠന്മാരെല്ലാം ശ്രീരാമന്റെ കൽപ്പന പ്രകാരം വലിയ മരങ്ങളും മലകളും പാറക്കല്ലുകളും എടുത്ത് ലങ്കയിലേക്ക് വീണ്ടും എറിയുവാൻ തുടങ്ങി. വന്ന ശത്രുക്കളെയെല്ലാം എൻ്റെ മകൻ കൊന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയിട്ട് അതിനു മുൻപേ ശത്രുക്കൾ വീണ്ടും വന്ന് അലറുന്നു. എന്തൊരത്ഭുതമാണിത്! വളരെ നന്നായി എന്ന് മാത്രമേ പറയുവാനുള്ളൂ. എന്താണ് അവിടെ നടക്കുന്ന ആ ശബ്ദം എന്ന് പോയി അറിഞ്ഞു വരൂ എന്ന് രാവണൻ കൽപ്പിച്ചതിനെ തുടർന്ന് ദൂതന്മാർ പോയി വിവരങ്ങൾ അന്വേഷിച്ചു. രാവണന്റെ അടുക്കൽ തിരികെ എത്തി നടന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചു. കൂടുതൽ വീര്യത്തോടും ബലത്തോടും വേഗത്തോടും കൂടി സുഗ്രീവൻ തുടങ്ങിയ വാനരപ്പട കൈകളിൽ തീയൂട്ടിയ പന്തങ്ങളും ഏന്തി നിന്റെ തലയ്ക്ക് മുകളിൽ ഭയം വിതച്ചു നിൽക്കുകയാണ്. നാണമെന്നും ഒന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് പുറത്തിറങ്ങൂ, ധൈര്യമുണ്ടെങ്കിൽ കാണട്ടെ എന്ന് അവർ ആർത്തു വിളിച്ച് പറയുകയും ചെയ്തു. നീ അത് കേട്ടില്ലയോ എന്ന് വാനരന്മാർ ആർത്തു വിളിച്ചു പറഞ്ഞത് കേട്ട് രാവണൻ കോപത്തോടെ പറഞ്ഞു, മനുഷ്യന്മാരെയും അഹങ്കാരികളായി ഈ വാനരന്മാരെയും വധിച്ചു നശിപ്പിക്കുവാനായി ധൂമ്രാക്ഷൻ പടയോടുകൂടി വേഗം പുറപ്പെടൂ. വേഗത്തിൽ യുദ്ധം ജയിച്ച് മടങ്ങി വരൂ. ഇപ്രകാരം അനുഗ്രഹിച്ച് അയച്ചപ്പോൾ അത്യധികം കോപിഷ്ഠനായ ധൂമ്രാക്ഷൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ഉച്ചത്തിലുള്ള വാദ്യമേളങ്ങളോടെ അവൻ ലങ്കയുടെ പടിഞ്ഞാറേ ഗോപുരവാതിലിലൂടെ പുറത്തിറങ്ങി. അവൻ നേരെ ചെന്ന് ഹനുമാനോട് എതിരിട്ടു. അവിടെ അത്യന്തം ഭയങ്കരമായ യുദ്ധം നടന്നു. വേൽ തിളങ്ങുന്ന വെൺമഴു, കുന്തം, വില്ല്, ശൂലം, ഉലയ്ക്ക, മുസലം, പരിഘം, ഗദ തുടങ്ങിയ അനേകം ആയുധങ്ങൾ കയ്യിലേന്തി ആനകൾ, കുതിരകൾ, തേരുകൾ എന്നിവയിൽ കയറി ശക്തരായ രാക്ഷസവീരന്മാരും കല്ലുകൾ, മരങ്ങളും പർവ്വത ഭാഗങ്ങളായി മലപോലെ ശരീരമുള്ള വാനരന്മാരും തമ്മിൽ കഠിനമായി പോരാടുകയും ഇരുപക്ഷത്തെയും മഹാവീരന്മാർ പരസ്പരം കൊന്നു നശിക്കുകയും ചെയ്തു. പോരാട്ടത്തിൽ രക്തം നദി പോലെ പല വഴി ഒഴുകി. ആ നിമിഷം വീരശ്രേഷ്ഠനായ ഹനുമാൻ ഉയരമുള്ളൊരു മലയുടെ കൊടുമുടി തനിയെ അടർത്തിയെടുത്ത് ധൂമ്രാക്ഷന് നേരെ എറിഞ്ഞു. അതു കണ്ട് ധൂമ്രാക്ഷൻ തേരിൽ നിന്ന് ഗദയുമായി വേഗത്തിൽ നിലത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അവന്റെ തേരിനും കുതിരകൾക്കും തകർന്ന പൊടിയായി. ഹനുമാന്റെ മനസ്സിൽ കോപം ഇരട്ടിച്ചു. രാക്ഷസന്മാരെ ഹനുമാൻ നശിപ്പിച്ചു തുടങ്ങിയപ്പോൾ തങ്ങളുടെ പടയുടെ സങ്കടം കണ്ട് ധൂമ്രാക്ഷൻ ഹനുമാനെ ഗദ കൊണ്ട് പ്രഹരിച്ചു. ധീരതയോടെ യാതൊരു തളർച്ചയുമില്ലാതെ ഹനുമാൻ കഠിനമായ കോപത്തോടെ രണ്ടാമതൊരു മലപ്പാറ കൂടി അവന്റെ നേരെ
എറിഞ്ഞു. ആ ഏറുകൊണ്ട് ധൂമ്രാക്ഷൻ തകർന്നു വീണ് മരണപ്പെട്ട് സ്വർഗലോകം പൂകി. ബാക്കി വന്ന രാക്ഷസന്മാർ പേടിച്ചോടി കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചു. വിലാപങ്ങൾ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു. അയ്യോ, ഈ വിവരമെല്ലാം കേട്ട് മനസ്സിൽ കഠിനമായ ദുഃഖത്തോടെ രാവണൻ വീണ്ടും കൽപ്പിച്ചു. ഇന്ദ്രന്റെ ശത്രുവും ശക്തനും മഹാബലവാനുമായ വജ്രദംഷ്ട്രൻ തന്റെ യുദ്ധത്തിന് പോകട്ടെ. മനുഷ്യരെയും വാനരന്മാരെയും ജയിച്ച് അടിച്ചമർത്തി വലിയ കീർത്തിയോടെ തിരികെ വരൂ എന്ന് പറഞ്ഞ് രാവണൻ അവനെ അയച്ചു. അവൻ തെക്കേ ഗോപുരത്തിലൂടെ പുറപ്പെട്ടു. ദുർനിമിത്തങ്ങളെ എല്ലാം വകവെക്കാതെ ഇന്ദ്രന്റെ മകനായ ബാലിയുടെ മകനോട്, അതായത് അംഗദനോട് അവൻ എതിരിട്ടു. മഹാബലവാനായ അവൻ ചെന്ന് വാനരന്മാരോട് പോരാടി മരങ്ങളും കല്ലുകളും മലകളും കൊണ്ടുള്ള കഠിനമായ പ്രഹരമേറ്റ് ആ ഭയങ്കരമായ യുദ്ധത്തിൽ രാക്ഷസ പ്രഭുക്കന്മാർ മരിച്ചു വീണു. വാളുകൾ, അസ്ത്രങ്ങൾ, വേലുകൾ തുടങ്ങിയവ ഏറേറ്റ് എണ്ണമറ്റ വാനരന്മാരും മരണപ്പെട്ടു. അതിശക്തമായ ആ വലിയ രാക്ഷസപട രാക്ഷസന്മാർ തകർന്നു നഷ്ടപ്പെട്ട് രക്തപ്പുഴകൾ പല വഴിയായി ഒഴുകി പറന്നു. തലയറ്റ ഉടലുകൾ ആ യുദ്ധക്കളത്തിൽ ആടിത്തുടങ്ങി. ബാലിപുത്രനായ അംഗദനും വജ്രദംഷ്ട്രനും തമ്മിൽ ഭയങ്കരമായി പോരാടി നിൽക്കുന്ന സമയത്ത് വജ്രദംഷ്ട്രന്റെ കയ്യിലെ വാളും പരിചയും കഴുത്തു മുറിച്ച് അംഗദൻ അവനെ വധിച്ചു. ആ വിവരം വേഗത്തിൽ അറിഞ്ഞ രാക്ഷസരാജാവായ രാവണൻ ആ സമയത്ത് ആത്മബലമുള്ള ആകമ്പനൻ എന്ന രാക്ഷസനെ വലിയൊരു സൈന്യത്തോടൊപ്പം യുദ്ധത്തിന് അയച്ചു. അപ്പോൾ ഭൂമി വിറകൊണ്ടു. ഇന്ദ്രന്റെ ശത്രുവും പ്രബലനുമായ അകമ്പൻ പടിഞ്ഞാറേ ഗോപുരവാതിലിലൂടെ പുറപ്പെട്ടു. വായുപുത്രനായ ഹനുമാനോട് അവൻ എതിരിടനും ഹനുമാനാൽ കൊല്ലപ്പെട്ട് തന്റെ ശരീരം വെടിഞ്ഞ് യമപുരി പോവുകയും ചെയ്തു. അതുകണ്ട് ദേവന്മാരും ലോകരും ഹനുമാനെ സ്തുതിച്ചു. ഇതുകണ്ട് വളരെ ഭയന്നു പോയ രാവണൻ തന്റെ രാക്ഷസ സേനയുടെ ഇടയിലൂടെ നടന്ന്, സിംഹം പോലെ പരാക്രമിയായ രാവണൻ ആ സമയത്ത് ഒരു കാഴ്ച കണ്ട് രാമേശ്വരത്തും കടൽപ്പാലത്തിന് മുകളിലും രാമൻ നിൽക്കുന്ന പ്രദേശങ്ങളിലും സുബേല പർവ്വതത്തിന് മുകളിലും വാനരസേന നിറഞ്ഞു നിൽക്കുന്നതും ലങ്കക്കോട്ട അവർ തകർക്കുന്നതും കണ്ട രാവണൻ ഉടൻ തന്നെ പ്രഹസ്തനെ ഇവിടെ വിളിച്ചു കൊണ്ടുവരൂ എന്ന് കൽപ്പിച്ചപ്പോൾ പ്രഹസ്തൻ വന്ന് തൊഴുതു രാവണൻ അവനോട് പറഞ്ഞു, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലോ. നമ്മുടെ സേനാ നായകന്മാരും പടയാളികളും ആരും ഇല്ലാതായല്ലോ. പോരാട്ടത്തിന് പോകുന്ന രാക്ഷസന്മാരെ എല്ലാം വാനരന്മാർ കൊന്നൊടുക്കുന്നത് നോക്കി നിൽക്കാൻ ഇനി നമുക്കാവില്ല. മനുഷ്യരെയും വാനരന്മാരെയും പോരാടി കൊന്നൊടുക്കാൻ ഞാനോ നീയോ എൻ്റെ അനിയനോ ആരാണ് പോകേണ്ടത് എന്ന് പറയൂ എന്ന് രാവണൻ ചോദിച്ചപ്പോൾ, ഞാൻ പോകാമെന്ന് പ്രഹസനൻ തൊഴുതു പറഞ്ഞു. തൻ്റെ 4 മന്ത്രിമാരും പോയി ചതുരംഗ സേനയെ, അതായത് ആന, കുതിര, തേർ, കാലാൾ വിളിച്ചുകൂട്ടി ലങ്കയിലുള്ള രാക്ഷസപ്പടയിൽ 4/1 ഭാഗം സൈന്യത്തെയും കൊണ്ട് പ്രഹസ്തൻ തന്റെ മഹാരഥൻ യുദ്ധത്തിനൊരുങ്ങി. കുംഭഹൻ, മഹാനാഥൻ, ദുർമുഖൻ, ഇന്ദ്രന്റെ ശത്രുവായ വീരനുമായ സുമന്നഥൻ, ഇങ്ങനെ ആ 4 മന്ത്രിമാരും വലിയൊരു സൈന്യത്തോടൊപ്പം മുന്നോട്ട് നടന്നു. വഴിയിൽ പല ദുർനിമിത്തങ്ങളും കണ്ടെങ്കിലും അവനത് മനസ്സിലൊതുക്കി യുദ്ധത്തിന് സന്നദ്ധനായി. കിഴക്കേ ഗോപുരവാതിലിലൂടെ പുറത്തു വന്ന അവൻ അഗ്നിപുത്രനായ നീലനോട് ഏറ്റുമുട്ടി. വാനരന്മാർ പാറകളും വലിയ മരങ്ങളും കല്ലുകളും കൊണ്ട് രാക്ഷസപ്പടയെ നശിപ്പിച്ചു തുടങ്ങി. ചക്രം, വാൾ, ഈട്ടി, വേൽ തുടങ്ങിയ അനേകം ആയുധങ്ങളേറ്റ് ധാരാളം വാനരന്മാരും മരിച്ചു വീണു. ശ്രേഷ്ഠമായ ആനകളും കുതിരകളും ചത്തു വീഴുകയും രക്തം നദികളായി ഒഴുകുകയും ചെയ്തു. ബ്രഹ്മാവിന്റെ പുത്രനായ ജാംബവാൻ കുംഭനെയും ദുർമുഖനെയും
മഹാനാഥനെയും സമുന്നതനെയും വധിച്ചു. തുടർന്ന് പ്രഹസ്തൻ എന്ന മഹാരാധൻ നീലനോട് എതിരിടുകയും ദണ്ഡായുധത്തിൽ തോറ്റ് യമപുരിയിൽ പോവുകയും ചെയ്തു. തൻ്റെ സേനാപതിയും സൈന്യവും മരിച്ച വിവരമറിഞ്ഞ് അഭിമാനിയായ രാവണൻ കഠിനമായ കോപത്താൽ അന്ധനായി. ബാക്കി ഭാഗം കഥയായി നാളെ പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.